സ്ഥാനത്തേക്കാളും അവിടത്തേക്ക് വിഷമം തോന്നിയ മറ്റേതെങ്കിലും സന്ദർഭം ഉണ്ടായോ? അപ്പൊ പറഞ്ഞു, നിന്റെ ജനത എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച സന്ദർഭം ഉണ്ടായി. ത്വായിഫിലേക്ക് പോയപ്പോഴാണ്. എന്റെ ബന്ധുജനങ്ങൾ ഉണ്ടെന്നുള്ള ബോധത്തോടെയാണ് ഞാൻ പോയത്. ഹദീസ് വായിച്ചു തീർക്കാൻ പോലും കഴിയില്ല. ഞാൻ നടന്നു പോകാൻ എന്റെ ഹൃദയഭാരം കൊണ്ട് ഞാൻ തല കുനിഞ്ഞുപോയി. എന്നെ കുറെ വിഡ്ഢികളായ ആളുകളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. തളർന്നവശനായി ഞാനൊരു മരുക്കാട്ടിലെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ അപ്പോ ഒന്ന് ദയ തോന്നിപ്പോയ രണ്ട് മുതലാളിമാർ, പിന്നീട് ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളായവർ, അവരുടെ അടിമയുടെ കയ്യിൽ മുന്തിരിക്കുലയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോ അത് വാങ്ങുന്ന നേരത്തും അദ്ദാസിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശയിപ്പിച്ച് ചോദിച്ചു, അദ്ദാസ്, നീ എവിടെന്നാ വരുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ നിനവയാണ്. ഏത് നിനവ? യൂനുസ് ബിൻ മത്തയുടെ നിനവയാണ്. അതെ, നിങ്ങൾ എങ്ങനെയാണ് യൂനുസ് ബിൻ മത്ത അലൈഹിസ്സലാം? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ സഹോദരന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഒരേ കലിമത്ത് തൗഹീദിന്റെ വക്താക്കളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദിന്റെ വക്താക്കൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങി കഴിക്കുന്നത്. അപ്പോ അദ്ദാസ് ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, എന്തൊരു മനോഹരം, എന്തൊരു സുന്ദരം, എന്തൊരു മാതൃകാപരം. ആ മുഖകമലങ്ങളിലേക്ക് വീണുടഞ്ഞ പോലെ അദ്ദാസ് എന്ന അടിമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മുഖത്തിൽ ചുംബിച്ചു. ആ കഥ പറയുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, വല്ലാതെ വിഷമം തോന്നിയ സന്ദർഭം, ചോര പൊടിഞ്ഞ സന്ദർഭം. എന്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ തന്നെ എനിക്കു നേരെ അത്രമേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ട സന്ദർഭം. ആ സമയത്തും ജിബ്രീൽ എന്നോട് ചോദിച്ചു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളെ പറഞ്ഞയച്ചു, ഈ മലമടക്കുകളെ മുഴുവനും ഈ സമൂഹത്തിന്റെ തലയിലേക്ക് ഇടാനും അതിന് തീരുമാനം അങ്ങയുടേത് മാത്രമാണെന്ന് പറയുമ്പോഴും വരുമൊരു കാലം പ്രകാശവത്തായ ഒരു സമൂഹത്തിന്റെ ജന്മം ഇവരുടെ തലമുറകളിലൂടെ ഉണ്ടാകുമെങ്കിൽ എന്തിനു നാം നശിപ്പിക്കണമെന്ന് ചോദിക്കുന്ന കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ. അത്രയുമേൽ ഭീകരമായിരുന്നു. അവിടുത്തെ പിതൃവ്യന്റെ കരണെടുത്ത് ചവച്ചു പോകുന്നത് കാണുമ്പോ തിരിച്ചു